നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. ഞാൻ കോട്ടയത്തു നിന്നുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഒരു മീൻകറിയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരുന്നത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്കിട്ട് കുറച്ച് ഉലുവയും പിന്നെ കടുവും ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇത് കണ്ട് ഇത്ര ആയപ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ പിരിയമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് പുളിയോട് കൂടി നമ്മൾ ചട്ടിക്കകത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് മീനാണ്, ചുറകെന്ന് പറയും. അല്ലെങ്കിൽ അതിന് നമ്മൾ സാധാരണ വെക്കുമ്പോഴത്തേനും ഇതുപോലെ തേങ്ങാക്കൊത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. മറ്റു മീൻ കറിക്കകത്തൊന്നും ഇതുപോലെ തേങ്ങാക്കൊത്ത് ഇടാറില്ല കേട്ടോ. വേറെ ചെയ്യുന്നത് ചെമ്മീനുണ്ടല്ലോ, പച്ച ചെമ്മീൻ, അത് വെക്കുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈ സ്രാവ് മീനകത്തും ചെമ്മീനകത്തും മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന സ്രാവ് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൂട മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം തുറന്ന് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറയും, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നുകൂടെ കൂടും. അവസാനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ മീൻകറി വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേനും അത് പിറ്റേ ദിവസം കൂടുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. കൂടുതൽ ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ആ പുളിയൊക്കെ ഈ മീൻ കഷ്ണത്തിലും തേങ്ങാക്കൊത്തയിലും ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങായും പിന്നെ മുരിങ്ങക്കോലും ഇട്ട കറിയും പിന്നെ പയറ് തോരനും പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട്. നെല്ലിക്ക അച്ചാറല്ല, നെല്ലിക്ക കറപ്പിച്ചാണ്. ഇതെല്ലാം കൂട്ടി ഒന്ന് ഊണ് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.